ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ഫണ്ട് ആവശ്യപ്പെടുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിന് നേരെ കല്ലേറ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ വനിതാ പോലീസുകാർക്ക് യോഗ പരിശീലനമൊരുക്കി കാലിക്കറ്റ് NIT ഇന്ത്യൻ നോളജ് സിസ്റ്റവും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും. LICയിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ സമ്മേളനം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. നരുക്കിനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നരുക്കിനിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തികൾക്ക് തുടക്കമായി. ഉദ്ഘാടനം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. തീയണയ്ക്കൽ മാത്രം ചുമതലയുണ്ടായിരുന്ന സേന ഇപ്പോൾ ജനരക്ഷയ്ക്കുള്ള സേവന സംഘമായി മാറിയിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇവരുടെ സേവനം കേരളം കണ്ടതാണ്. നീന്തൽ പരിശീലനം, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന സേവനങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് നടത്തുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, ഈ ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്നത് ഏത് സമൂഹത്തിലും അനിവാര്യമായ ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകും. ചില വീടിൽ മുകളിലേക്ക് മരം ചാഞ്ഞ് നിൽക്കുന്നുണ്ടാകും. നിങ്ങൾ ഫയർ സ്റ്റേഷനിൽ അറിയിച്ചാൽ അവർ വന്ന് അത് വെട്ടിമാറ്റും. അങ്ങനെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവന പ്രസ്ഥാനമായി ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മാറി. ചടങ്ങിൽ PK ഫിറോസ് MLA അധ്യക്ഷനായിരുന്നു. MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ N ശ്രീജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹൻ കൊട്ടാരത്തിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ, നരുക്കിനി പഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല, വൈസ് പ്രസിഡന്റ് ജൌഹർ പൂമംഗലം, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബാലാമണി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. 15 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് 2.5 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസിന് നേരെ കല്ലേറ്. കോഴിക്കോട് കൊയിലാണ്ടി റൂട്ടിലോടുന്ന KL 11 CA 5267 സിന്ധു ബസിന് നേരെയാണ് കല്ലേറുണ്ടായത്. കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിന് നേരെ കല്ലേറ്. കോഴിക്കോട് കൊയിലാണ്ടി റൂട്ടിലോടുന്ന KL 11 CA 5267 സിന്ധു ബസിന് നേരെയാണ് കല്ലേറ് നടത്തിയത്. രാത്രിയിൽ ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ട് ബസിന്റെ ഗ്ലാസുകൾ തകർത്തത്. ബസ് ഉടമയും ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ KT വാസുദേവൻ കസബ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് കാലിക്കറ്റ് NIT ഇന്ത്യൻ നോളജ് സിസ്റ്റവും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും ചേർന്ന് യോഗാ ദിനം ആചരിച്ചു. നഗരത്തിലെ വനിതാ പോലീസുകാർക്ക് യോഗാ പരിശീലനം നൽകിയാണ് ദിനാചരണം നടത്തിയത്. പ്രാണായാമങ്ങളായ നാഡീശുദ്ധി, ശീതളി, ബ്രഹ്മരി എന്നിവയുടെ പ്രാഥമിക പരിശീലനമാണ് വനിതാ പോലീസുകാർക്കായി ഒരുക്കിയത്. പോലീസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ MM അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ലോകം നമുക്ക് സംഭാവന ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്തിട്ടില്ല ഏറ്റവും വിശിഷ്ട വ്യക്തികളുടെ പേരുകൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുദ്ധനെ നമുക്ക് പറഞ്ഞു തരും. ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ധ്യാനത്തിന് നമുക്ക്
നമ്മൾ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ബുദ്ധൻ. ഇങ്ങനെ അതുപോലെ കാലിത്തൊഴുത്തിൽ നിന്ന് കാൽവരിയിലേക്കുള്ള യാത്രയില് ആ കുരിശിൽ കടന്ന് പിടയുന്ന സമയത്ത് അതിന്റെ തപസ്സിന്റെ പുണ്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ്. ഇങ്ങനെ ധ്യാനത്തിന് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് മേഖലകൾ, സമസ്ത മേഖലകൾ നമുക്ക് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ സന്നിവേശിപ്പിച്ചിട്ടുള്ള ഇത്രയും പുണ്യമായിട്ടുള്ള, ഇത്രയും പവിത്രമായിട്ടുള്ള ഒരു കല അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ആരാധന, ഇതാണ് തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ യോഗ എന്ന് പറയുമ്പോൾ ഓടി വരുന്ന ഒരു കാര്യം. NIT കാലിക്കറ്റ് ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായി. അമ്മയ്ക്ക് ആ കമ്പാഷൻ ഉണ്ട്, അൺകണ്ടീഷണൽ ലവ് ആണ് ഒരു അമ്മയ്ക്ക്. നിങ്ങളുടെ ഈ ജോലിയിൽ കർക്കശമായിട്ട് നിങ്ങൾ ഇരിക്കേണ്ടി വരും അല്ലേ? പക്ഷേ ഹൃദയം സോഫ്റ്റ് ആയിരിക്കണം. അതാണ് ഇപ്പോഴത്തെ ലീഡർഷിപ്പിലും ആവശ്യമല്ലേ? നമ്മൾ ചില കാര്യങ്ങളിൽ കുറ്റം തെളിയിക്കാൻ വളരെ കർക്കശമായിട്ട് നമ്മൾ ഇരിക്കണം അല്ലേ? അതേസമയം സോഫ്റ്റ് ആയിരിക്കണം വേണം. അങ്ങനെ ആവണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ധ്യാനം ചെയ്താലേ പറ്റൂ. NIT യോഗ ആൻഡ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ റിസർച്ച് സ്കോളർ പ്രൊഫസർ വർഗീസ് മാത്യു ആണ് ക്ലാസ് എടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥരായ പ്രേമൻ മുച്ചുകുന്ന്, ഉമേഷ് നന്മണ്ട എന്നിവർ പ്രസംഗിച്ചു. 50ഓളം വനിതാ പോലീസുകാർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LICയിൽ ഒഴിഞ്ഞുകിടക്കുന്ന ആയിരക്കണക്കിന് തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ സമ്മേളനം. 54ാമത് വാർഷിക സമ്മേളനം AIIEA ജോയിന്റ് സെക്രട്ടറി TVNS രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പോളിസി ഉടമകൾക്ക് കൃത്യവും കാര്യക്ഷമവുമായ സേവനം നൽകുവാൻ LICയിൽ റിക്രൂട്ട്മെന്റ് അനിവാര്യമാണെന്നും സമ്മേളനം വിലയിരുത്തി. കോഴിക്കോട് സരോജ് ഭവനിൽ നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി TVNS രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. LICയുടെ തുടർ ഓഹരി വിൽപ്പനയ്ക്കുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ഇൻഷുറൻസ് രംഗത്ത് 100% വിദേശ നിക്ഷേപം അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ CITU സംസ്ഥാന സെക്രട്ടറി PK മുകുന്ദൻ, AIIEA വൈസ് പ്രസിഡന്റ് PP കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി M കുഞ്ഞികൃഷ്ണൻ, R കിരൺകുമാർ, IK ബിജു തുടങ്ങിയവർ സംസാരിച്ചു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് K ബാഹുലയൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി MJ ശ്രീറാം, ജോയിന്റ് സെക്രട്ടറി AD പൂർണിമ തുടങ്ങിയവർ സമ്മേളന പരിപാടികൾക്ക് നേതൃത്വം നൽകി. നമ്മൾ രണ്ട് യൂണിയനുകളും ചേർന്ന് നിൽക്കുകയും ആ പ്രശ്നങ്ങളെ ഒരുമിച്ച് അഭിമുഖീകരിക്കുകയും അതിന്റെ ഭാഗമായി നമ്മൾ എല്ലാവർക്കും തന്നെ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ താഴെത്തട്ടിൽ വരുമ്പോൾ ചില സന്ദർഭങ്ങളിലെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴെങ്കിലും ക്ലാസ് 1 ഓഫീസേഴ്സ് മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു വിശാലമായ തലത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരുപോലെയുള്ള ആശയങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു പോകാനും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 450-ലധികം പേർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ പോകുന്ന മദ്യനയത്തിന് പ്രതിഷേധം.
അഗത്തി മഹല്ല് ജുമാഅത്ത് ഖാസിമാരാണ് പ്രതിഷേധം നടത്തിയത്. കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ നടപ്പിലാക്കാൻ പോകുന്ന മദ്യനയത്തിൽ പ്രതിഷേധിച്ച് അഗത്തി മഹല്ല് ജമാഅത്ത് ഖാസിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധം PP ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ അവസാനിച്ചു. മദ്യനയത്തിൽ നിന്നും പിന്മാറുക, ദ്വീപിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കി ബഹുജന പങ്കാളിത്തത്തോടെ നടത്തിയ പരിപാടിയിൽ ദ്വീപിലെ വിവിധ മഹല്ല് ഖാസിമാർ, പൗരപ്രമുഖർ, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ, യുവാക്കൾ തുടങ്ങിയവർ പങ്കുചേർന്നു. സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധ യോഗം ചെയർമാൻ KC അബ്ദുൽ ഖാദർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ടൂറിസം വികസനത്തിനാണ് മദ്യത്തിന്റെ ആവശ്യമെങ്കിൽ ലക്ഷദ്വീപിന്റെ ഇളനീരാണ് വേണ്ടതെന്നും മദ്യം ദ്വീപിന്റെ സമാധാനം തകർക്കുമെന്നും സമാധാനമില്ലാത്തിടത്ത് ടൂറിസം നടക്കില്ലെന്നും ഉദ്ഘാടകൻ സർക്കാരിനെ ഓർമ്മപ്പെടുത്തി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു പെൺകുട്ടി ഇവിടുത്തെ വലിയത്തെ ബി കുഞ്ഞു അവരെ ഇവിടെയല്ല വളരെ തെക്ക് ഭാഗത്ത് ഇതിന്റെ തെക്കേ അറ്റത്തുള്ള കൽപ്പെട്ടിയുടെ അവിടുത്തെ പാറക്കെട്ടിനുള്ളിൽ ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേരമക്കളാണ്, അവരുടെ മക്കളാണ്. ചടങ്ങിൽ താജുദ്ദീൻ ഫറൂഖി, കൺവീനർ ഹുസൈൻ ഫൈസി, സമദ് ദാരിമി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാലങ്ങാട് MA സെൻട്രൽ സ്കൂളിൽ വായനാ ദിന ആഘോഷം സംഘടിപ്പിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് മധുരം മലയാളം എന്ന പദ്ധതിക്കും സ്കൂളിൽ തുടക്കമായി. പാലങ്ങാട് MA സെൻട്രൽ സ്കൂളിൽ ആരംഭിച്ച മധുരം മലയാളം പദ്ധതിയുടെ ഉദ്ഘാടനം പ്രൊഫസർ സയ്യിദ് നിർവഹിച്ചു. മാതൃഭൂമി പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ മധുരം മലയാളം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പത്രങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ MR ആലിക്കോയ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി VK നാസർ, മുഹമ്മദ് EP അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിദ രത്നാകരൻ, അബ്ദുൾ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മളുടെ മധുരം മലയാളം പരിപാടിയുടെ ഭാഗമായി മാതൃഭൂമിയുമായി നമ്മൾ ഒത്തുചേർന്നിട്ട് സ്കൂളിലെ വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വായനാശീലം വളർത്താനായിട്ട് നമ്മൾ മാതൃഭൂമി പത്രം ഇന്ന് നമ്മൾ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കശിബ വേദ റിസർച്ച് ഫൗണ്ടേഷൻ സന്ദർശിച്ച ആചാര്യശ്രീ രാജേഷിനെ ബാഡ്ജ് അണിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് ആശ്രമത്തിന്റെ പിന്തുണ ഉണ്ടാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. ലഹരി മാഫിയയെ തുടച്ചു നീക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ച് പൊതുജന ബോധവൽക്കരണ സംരംഭമായ തൂഫാൻ വാരിയേഴ്സിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാശിബ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ കോഴിക്കോട് ആസ്ഥാനം സന്ദർശിച്ച് കുലപതി ആചാര്യശ്രീ രാജേഷിനെ തൂഫാൻ വാരിയേഴ്സ് ബാഡ്ജ് അണിയിച്ചു. കാശിബ വേദ റിസർച്ച് ഫൗണ്ടേഷനിലെത്തിയ മന്ത്രി വേദക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കാശിബ വേദ റിസർച്ച് ഫൗണ്ടേഷൻ ഭാരവാഹികളായ വിവേക് D ഷേണായി, PT വിപിൻ ആര്യ, M മുരളീധരൻ വൈദിക്, O ബാബുരാജ് വൈദിക്, M വിശ്വനാഥൻ വൈദിക് തുടങ്ങിയവർ ചേർന്ന് ആഭ്യന്തരമന്ത്രിയെ സ്വീകരിച്ചു. വേദ ക്ഷേത്ര ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആശ്രമത്തിന്റെ മുഴുവൻ പിന്തുണയും ഉണ്ടാവണമെന്ന് ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു. ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ അറിയിച്ച് താൻ നേരത്തെ തന്നെ സന്ദേശം അയച്ച കാര്യം ആചാര്യശ്രീ രാജേഷ് സൂചിപ്പിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് കശിബ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ സർവ്വവിധ പിന്തുണയും അദ്ദേഹം ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചു. ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ഇടപെടലുകൾ പ്രശംസനീയമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് MP MK രാഘവൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ MLA, കോൺഗ്രസ് നേതാക്കളായ N സുബ്രഹ്മണ്യൻ, ആദം മുൻസി തുടങ്ങിയവരോടൊപ്പമാണ് മന്ത്രി എത്തിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായ നോർത്ത് സോൺ IG P പുട്ട വിമലാദിത്യ, സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരും മന്ത്രിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോക സംഗീത ദിനം ആഘോഷിച്ച് സബരിയ കലാക്ഷേത്ര. സംഗീതാധ്യാപിക രജനി പ്രവീണും ശിഷ്യരും ചേർന്ന് നാദോപാസന അവതരിപ്പിച്ചു. സംഗീത ഗുരു PK ബാലകൃഷ്ണൻ മാസ്റ്ററെ വേദിയിൽ ആദരിച്ചു. വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർ നാദോപാസന വേദിയിൽ പാടി. ജാതിമത പ്രായഭേദമന്യേ 100-ലധികം ആളുകളെ ഒരേ വേദിയിൽ അണിനിരത്തിയ പരിപാടിക്ക് ഗുരു PK ബാലകൃഷ്ണൻ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ആരംഭം കുറിച്ചു. സാംസ്കാരിക സംഗമത്തിന്റെ ഉദ്ഘാടനം മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം നിർവഹിച്ചു. PK ബാലകൃഷ്ണൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. സിനി ആർട്ടിസ്റ്റ് കൗമുദി കളരിക്കണ്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ സംഗീതാധ്യാപിക രജനി പ്രവീൺ അധ്യക്ഷയായിരുന്നു. നാദോപാസന കൺവീനർ ഡോക്ടർ ഷിബിൻ ലാൽ, സുധീന്ദ്രൻ KM, ബിജീഷ് ദേവരാഗം, CP ആനന്ദകൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് മലബാറിലെ പ്രശസ്ത ഭജൻസ് ട്രൂപ്പായ സബരിയ ഭജൻസിന്റെ ഭജൻസ് സംഗീത ആവിഷ്കാരവും നടന്നു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് മൊമന്റോകളും വിതരണം ചെയ്തു. സംഗീത സാന്ദ്രമായ പരിപാടി പ്രേക്ഷകർക്ക് പുതിയ അനുഭവമായി മാറി. പരിപാടി ആസ്വദിക്കാനും 100 കണക്കിന് ആളുകൾ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയറ BM UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിക്ക് തുടക്കമായി. ഉദ്ഘാടനം ഗായകൻ റിജേഷ് കുമാർ MK നിർവഹിച്ചു. വായനാദിന പ്രതിജ്ഞ, വായനാദിന സന്ദേശം, പുസ്തക കൈമാറ്റം എന്നിവയും നടന്നു. വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് പുതിയറ BEM UP സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം പ്രശസ്ത ഗായകൻ റിജേഷ് കുമാർ MK നിർവഹിച്ചു. വായനാശീലവും സർഗാത്മക കഴിവുകളും വളർത്തുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളുമായി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ചടങ്ങിൽ തുടക്കമായി. വിദ്യാരംഗം കലാസാഹിത്യവേദി വിദ്യാർത്ഥികളിൽ വായനയും സാഹിത്യ സാംസ്കാരിക അഭിരുചികളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റായ T ബാലകൃഷ്ണൻ വായനാദിന സന്ദേശം നൽകി. സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറുകയും ചെയ്തു. നിജിന VK വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും വരുന്ന അഴിമതിയും അനീതിയും ശ്രമിക്കും. ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ. സ്കൂൾ ഹെഡ്മാസ്റ്റർ ദിലീപ് S അധ്യക്ഷത വഹിച്ചു. വിദ്യാരംഗം കൺവീനർ V സ്മിത ലക്ഷ്മി സ്വാഗതം ആശംസിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി അക്ഷിത് പത്ര ഹേഞ്ചൽ, TTI വിദ്യാർത്ഥി പ്രതിനിധി എന്നിവർ ആശംസകൾ നേർന്നു. അനിത റോസ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്തരിച്ച ഗായിക ആശ ഭോസ്ലെക്ക് ഗസൽ ഗായിക സരിത റഹ്മാന്റെ ശ്രദ്ധാഞ്ജലി. വാർമുകിൽ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ആശയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് ആദരവ് അർപ്പിച്ചത്. ആയിരത്തി 1943 മുതൽ 2026 വരെ 83 വർഷക്കാലം ഇന്ത്യൻ സംഗീത രംഗത്ത് പ്രശോഭിത നക്ഷത്രമായി ജ്വലിച്ച ആശാ ഭോസ്ലേക്ക് സാംസ്കാരിക സംഗീത ജീവകാരുണ്യ കൂട്ടായ്മയായ വാർമുകിൽ ഫൗണ്ടേഷൻ
ടൗൺ ഹാളിലെ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി പ്രശസ്ത ഗായിക സരിത റഹ്മാന്റെ ഗാനങ്ങളാൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ലതാ മങ്കേഷ്കർ ഗാനങ്ങൾ ആലപിച്ച് ശ്രദ്ധേയായ ഗസൽ ഗായിക സരിത റഹ്മാൻ ആദ്യമായാണ് ആശാജിയുടെ ഗാനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് സംഗീത പ്രോഗ്രാം നടത്തുന്നത്. വാർമുകിൽ ചെയർമാൻ AV റഷീദ് അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പ്രമുഖ വ്യവസായിയും MVR ക്യാൻസർ സെന്റർ വൈസ് ചെയർമാനുമായ PK അബ്ദുള്ള കോയ ഉദ്ഘാടനം നിർവഹിച്ചു. ഏകദേശം ഒരു 20-25 അതിൽ കൂടുതലോ സ്റ്റേജുകൾ ഈ കുച്ച് ദിൽ നെ കഹാ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കാരണം അത് ലതാജിൻ്റെ പാട്ടുകൾ മാത്രം കോർത്തിണക്കിയിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമാണ്. സരിത റഹ്മാൻ, PK അബ്ദുള്ള കോയ, ഇവന്റ് ഓർഗനൈസർ ജസ്ലി എന്നിവരെ ആദരിച്ചു. വാർമുകിൽ ജനറൽ കൺവീനർ മുഹമ്മദ് അസ്ലം KP, റഹീസ് C, ശശികുമാർ VM തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത സംഗീത നിരൂപകൻ ഫിറോസ് ബാബു ആശംസ പറഞ്ഞു. ആശാജിയുടെ ഫാസ്റ്റ്, സാഡ്, മെലഡി, നൃത്ത, പോപ്പ്, ഖവാലി, ഗസൽ, ഭജൻ ഗാനങ്ങൾ ആലപിച്ച് സരിത റഹ്മാൻ കോഴിക്കോടിന്റെ മനം ഒരിക്കൽ കൂടി കവർന്നു. സുശാന്ത്, സോമൻ, അസീം, കലാശ്രീ, ഫിറോസ് എന്നിവർ ഓർക്കസ്ട്ര നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ഫണ്ട് ആവശ്യപ്പെടുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിന് നേരെ കല്ലേറ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ വനിതാ പോലീസുകാർക്ക് യോഗ പരിശീലനമൊരുക്കി കാലിക്കറ്റ് NIT ഇന്ത്യൻ നോളജ് സിസ്റ്റവും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും. LICയിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്ന LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ സമ്മേളനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.